നമസ്കാരം. എയർ കണ്ടീഷൻ ചെയ്ത എയർപോർട്ട് പോലെ തോന്നിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് കാണാനാണ് ഇന്ന് പോകുന്നത്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് ഈ ഒരു ഒന്നൊന്നര ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഞങ്ങളിപ്പോൾ ഉള്ളത് മധുരയിലാണ്. തിരുച്ചിറപ്പള്ളിയിലേക്ക് ഞങ്ങൾ ഇന്ന് പോകുന്നത് ബസ്സിലാണ്. ഈ മധുരയിൽ നിന്നും ട്രിച്ചിയിലേക്ക് ബസ് കിട്ടുക MGR ബസ് സ്റ്റാൻഡിൽ നിന്നാണ്, അതായത് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഇനി ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. മധുരൈ റെയിൽവേ സ്റ്റേഷന്റെ ഇവിടുന്ന് MGR ബസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് 7 കിലോമീറ്റർ ഉണ്ട് ദൂരം. ഇനി ഒരു ബസ്സിന് പോവാം. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ബസ്സിൽ വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. ടിക്കറ്റ് എടുത്തേ ഒരാൾക്ക് 17 രൂപയാണ് ആയത്. അങ്ങനെ യാത്ര ചെയ്ത് MGR ബസ് ടെർമിനലിന്റെ മുന്നിലേക്ക് ഇതാഹെത്തി. അരമണിക്കൂർ കൊണ്ട് തന്നെ ബസ് അവിടുന്ന് ഇവിടെ എത്തി. നല്ല ബ്ലോക്കായിരുന്നു. ഇനി ഇവിടുന്ന് ട്രിച്ചി ഭാഗത്തേക്കുള്ള ബസ് നോക്കാം. അതങ്ങ് ആ ഭാഗത്തേക്കാണ് ഉണ്ടാവുക. ഇവിടുന്ന് ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ പ്രൈവറ്റ് ബസ്സുകളുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഞങ്ങളെന്തായാലും ഗവൺമെന്റ് വണ്ടിക്ക് പോകുന്നുള്ളൂ. അതങ്ങ് അവിടെ ഉണ്ടാവുക. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി പുരട്சி തലവർ ഡോക്ടർ MG രാമചന്ദ്രന്റെ പേരിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നത്. 1999 ഈ ഒരു ബസ് സ്റ്റാൻഡ് ഓപ്പൺ ആയത്. 8 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. കൂടാതെ തന്നെ തമിഴ്നാട്ടിലെ 4ാമത്തെ വലിയ ബസ് സ്റ്റാൻഡ് കൂടിയാണ് ഇത്. മധുരൈ ട്രിച്ചി 1-to-1 AC ബസ്സാണ്. ഇതിന് ഒരാൾക്ക് 140 രൂപയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു നോൺ AC ബസ്സും ഉണ്ട്. ഈ 2 ബസ്സിലും മുൻഭാഗത്തൊന്നും സീറ്റില്ല. ഇനിയിപ്പോ ഇത് പോയ ഉടനെ തന്നെ അടുത്ത ബസ് വരും, അതിൽ കയറാൻ നോക്കാം. ഒരു ബസ് പോയ ഉടനെ തന്നെ അടുത്തൊരു 1-to-1 AC. എത്ര ബസ്സുകളാണ് ഈ തമിഴ്നാട്ടിൽ, നോക്കിയേ. ഇതിൽ മുന്നിലിരിക്കാൻ പറ്റുമോ ചോദിച്ചു നോക്കട്ടെ, കാരണം ലേഡീസിന് ആണ് ആ മുൻ സീറ്റ്. നോക്കാം നമുക്ക്. ഞങ്ങൾ ഈ 1-to-1 AC ബസ്സിൽ കയറി കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ തന്നെയാണ് ആദ്യം കയറിയത്. പിന്നെ മുന്നിലിരിക്കാൻ പറ്റില്ല, മുന്നിൽ സ്ത്രീകൾക്കാണ്. പിന്നെ ഇതിൻ്റെ അകത്തെ ഒരു കാഴ്ച ഉണ്ടോ, ഇങ്ങനെയാണ്. നല്ല അടിപൊളി സീറ്റുകളാണേ, നല്ല കൂളിങ്ങും ഉണ്ട്. ചെറിയ പൈസക്ക് നമുക്ക് അവിടെ എത്താലോ. അപ്പം ഞങ്ങൾ ഇരിക്കുന്നത് ഇതാ ഈ ഭാഗത്താണ്. നമ്മളിന്ന് കാണാൻ പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ പേര് പറഞ്ഞില്ലല്ലോ, KKBT എന്നാണ്. അതായത് കലൈഞ്ചർ കരുണാനിധി ബസ് ടെർമിനസ്. നേരത്തേക്ക് നമ്മൾ മധുരയിൽ നിന്ന് നേരെ ട്രിച്ചിയിലേക്ക് ബസ് കയറി പോകുന്നുണ്ടെങ്കിൽ സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്കാണ് പോവുക, അതായത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ളത്. ഇപ്പൊ അവിടെയല്ല, നേരെ ഡയറക്റ്റ് ആയിട്ട് KKBTയിലേക്ക് തന്നെയാണ് നമ്മുടെ ബസ്സൊക്കെ പോകുന്നത്. അതായത് ട്രിച്ചി നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തൊക്കെ ഒരു 5-6 കിലോമീറ്ററൊക്കെ മാറിയിട്ടാണ് പുതിയൊരു ബസ് സ്റ്റാൻഡ്. ആ ഒരു സ്ഥലത്തിന് പറഞ്ഞ പേര് പഞ്ചപൂരി എന്നാണ്. ഇവിടുന്ന് ഒരു നോൺ AC ബസ് എടുത്തു, മധുരൈ ട്രിച്ചി. അതും ട്രിച്ചി തന്നെയാണ്. 1:50 അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതാ നമ്മുടെ ബസ് പുറപ്പെടുകയാണ്. ഇനിയിപ്പോൾ എത്ര മണിക്കൂറും ഉണ്ട് ട്രിച്ചിയിലെത്തും നമുക്ക് നോക്കാം. ടിക്കറ്റ് വേണമെങ്കിൽ നമുക്കിപ്പോൾ UP വഴി സ്കാൻ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ക്യാഷ് ആയാലും കൊടുക്കാം. അങ്ങനെ ഹൈവേയിലേക്ക് കയറുകയാണ്. ഇനി ഇവിടുന്ന് 2 മണിക്കൂർ മതിയാകുമെന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. എന്തായാലും നോക്കാം. നല്ല കിട്ടിലും റോഡാണ്, പിന്നെ എങ്ങനെ പെട്ടെന്ന് എത്താതെ നിൽക്കും. പ്രൈവറ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. നാല് മണിയായി. ഞങ്ങളങ്ങനെ ഇതാ KKBTയിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. ഇനിയിപ്പോൾ അങ്ങ് പോയി വളഞ്ഞു വരും. 1:50 അവിടുന്ന് പുറപ്പെട്ടത്. അതായത് 2 മണിക്ക് തന്നെ പുറപ്പെട്ടെന്ന് കൂട്ടാം. 2 മണിക്കൂർ യാത്ര തന്നെയാണ്. കാരണം നല്ല റോഡുകളുണ്ടായാലും പെട്ടെന്ന് എത്തുമല്ലോ. ഇവിടെ തന്നെയാണ് ടേൺ ചെയ്യുക. ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇപ്പൊ അകത്തെ ഒരു വൃത്തി നിങ്ങൾ നോക്കിയേ. ഇവിടെയാണ് ആ ഒരു മെയിൻ ഭാഗം.
ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇവിടെയാണ്. ഈ ബസ്സിന് ഏത് ഭാഗത്താണ് കൊണ്ടുപോയി നിർത്തുക നോക്കാം. ബസ് ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിന്റെ ഏറ്റവും മുൻഭാഗത്തേക്ക് വന്നുവേ. അങ്ങ് അവിടെ അതാ ബസ് സ്റ്റാൻഡിന്റെ പേരൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ ഇവിടെയാണ് കരുണാനിധിയുടെ വലിയൊരു പ്രതിമയുള്ളത്. ഈ നേരെ കാണുന്ന വഴിയിൽ ഈ ബസ്സൊക്കെ പോകുന്നത് അതാണ് നേരെ മധുരൈ ഭാഗത്തേക്ക്. നമ്മളെ ബസ് അവിടെ നിന്ന് തന്നെയാണ് വന്നത്. എന്നിട്ട് നേരെ ഇതുവഴി പോയിട്ട് അങ്ങ് പോവും. ഈ ബസ് ഇറങ്ങി വരുന്ന വഴിയല്ല, അതിൻ്റെ അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്. അതിലൂടെ വന്നിട്ടാണ് പിന്നെ ഓരോ പ്ലാറ്റ്ഫോമുകളിലേക്ക് ബസ്സുകൾ കയറി പോകുന്നത്. ഈ ഭാഗത്തെ വൃത്തി ഒന്ന് ജസ്റ്റ് നോക്കിയേ, അടിപൊളിയാണ്. ഇവിടെ പാർക്കിംഗ് ആണ്. 2 വീലേഴ്സിനുള്ള പാർക്കിംഗ് ഇവിടെയല്ല, അത് സെപ്പറേറ്റ് തന്നെ വേറെ തന്നെ ഉണ്ട്. അതായത് ഈ ബസ് സ്റ്റാൻഡിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഇതുവഴിയും വരാവുന്നതാണ്. തമിഴ്നാട്ടിലെ ബസ് സ്റ്റാൻഡുകളുടെ വലിപ്പത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ് വരുന്നത് ചെന്നൈയിലാണ്. നമ്മുടെ KCVT കലൈഞ്ചർ സെന്റിനറി ബസ് ടെർമിനസ് എന്ന് പറയും. അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ കിളമ്പാക്കെന്നും കൂടെ പറയുന്നുണ്ട്. നമ്മൾ അവിടേക്ക് പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്തതാണ്. നല്ല അടിപൊളി ബസ് സ്റ്റാൻഡ് തന്നെയാണ്. അത് 88 ഏക്കറിലാണ് മൊത്തമായിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. രണ്ടാമത്തെ വലിയ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ചെന്നൈ തന്നെയാണ്, CMBT എന്ന് പറയും. അതായത് നമ്മുടെ ചെന്നൈ മുബീസൽ ബസ് ടെർമിനസ്. അതിന്റെ മറ്റൊരു പേര് പറഞ്ഞാൽ MGR ബസ് ടെർമിനസ് ആണ്. ഇത് ടോട്ടലി വരുന്നത് ഒരു 36 ഏക്കറിലാണ്. കൂടാതെ തന്നെ മൂന്നാമതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പഞ്ചപൂർ, അതായത് KKVT കലൈഞ്ചർ കരുണാനിധി ബസ് ടെർമിനസ് വരുന്നത്. ഇത് 32.85 ഏക്കറിലാണ് ടോട്ടലായിട്ട് വ്യാപിച്ചെടുക്കുന്നത്. അത് ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഭാഗം മാത്രമാണ്. ഈ ബസ് സ്റ്റാൻഡിന്റെ ഉടമസ്ഥത ഇവർക്കാണ്. തിരുച്ചിറപ്പള്ളി സിറ്റി കോർപ്പറേഷൻ. അതൊക്കെ ഇവിടെ വൃത്തിയായി എഴുതിയിരിക്കുന്നത് കാണാം. ഇവിടെയാണ് തമിഴിൽ മാത്രമാണ് ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ പേര്, അതായത് കരുണാനിധിയുടെ ആ ഒരു പേരൊക്കെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ മറ്റൊരു ഭാഗത്തായിരിക്കും ഇംഗ്ലീഷ് ഉണ്ടാവുക. പിന്നെ ഇവിടെ തന്നെ ആംബുലൻസ് സർവീസൊക്കെ ഉണ്ട്. 2 വീലർ പാർക്കിംഗ് ഇതാ ഇവിടെയാണ്. ഈ പുറത്തും വെക്കാം, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗും ഉണ്ട്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ മറ്റ് വലിയൊരു പ്രത്യേകത, ഇത് 2 നിലകളിലായിട്ടാണുള്ളത്. ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിലും മറ്റൊന്ന് ഫസ്റ്റ് ഫ്ലോറിലും. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദീർഘദൂര ബസ്സുകളാണ് അവിടുന്ന് സർവീസ് ഉള്ളത്. ഇപ്പം നമ്മൾ വന്ന മധുരൈ, അതുപോലെ തന്നെ ചെന്നൈ, ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, അങ്ങനെ ഒരുപാട് ഭാഗത്തേക്ക് ഇതാ ഈ ഭാഗത്തു നിന്നാണ് സർവീസ് ഉള്ളത്. ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള ഒരു പ്രവേശനമുള്ളേ, മെയിൻ എൻട്രൻസ്, അത് ഇതാ ഇതുവഴിയാണ്. കയറുന്ന ഭാഗത്ത് തന്നെ നേരത്തെ പറഞ്ഞില്ലേ തമിഴ് എഴുതിയിട്ടുണ്ട്. മുത്തമിഴറിഞ്ചർ കരുണാനിധി, അതായത് മുത്തുവേൽ കരുണാനിധി ഒരുങ്കിണൈന്ത പെരുന്തു നിലയല്ലാട്ട മുനയം എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായ തമിഴ്നാട് മുതലமைச்சർ സ്റ്റാലിനാണ് ഇത് ഉദ്ഘാടനം ചെയ്ത ഡേറ്റൊക്കെ ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 2025 മെയ് മാസം 9-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത്. കൂടാതെ തന്നെ ഇതിൻ്റെ പൈസ ഇല്ല, അതായത് എത്ര ചിലവ് വന്നു, 408.36 കോടി രൂപയാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ചിലവായത്. ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ഇനി കയറുകയാണേ. വീടിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ എയർ കണ്ടീഷൻ ചെയ്തൊരു ബസ് സ്റ്റാൻഡാണിതെന്ന്. അതിതാ ഈ ഭാഗത്താണ്. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് 2 ചിത്രങ്ങളാണ്. ഇവിടെ സ്റ്റാലിൻ്റെ ഒരു ചിത്രമുണ്ട്, ഇവിടെ കരുണാനിധിയുടെ ഒരു ചിത്രമുണ്ട്. കരുണാനിധിയുടെ മകൻ തന്നെയാണ് സ്റ്റാലിൻ. ഇവിടെയുള്ള ഈ ഒരു ചിത്രങ്ങളൊക്കെ ഇല്ലേ, ഇത് ഈ ഒരു ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു തുടക്ക സമയത്തുള്ള ഒരു പണികളും ആ ഒരു മേൽനോട്ടം നയിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഓരോ ഭാഗത്തേക്കും ഒരുപാട് ദൂരം നടന്നിട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലുള്ള ബഗ്ഗികളൊക്കെ നിങ്ങൾക്ക് കിട്ടും. 2 ബഗ്ഗികൾ ഇവിടെയുണ്ട്. പിന്നെ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ വൃത്തിയാണ്. ഇവർ ഒരു പ്ലാസ്റ്റിക് പോലും ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൊണ്ട് വന്ന് ഇട്ടാൽ ആ സ്പോട്ടിൽ അത് എടുത്ത് വാരി കളയും. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇതാ ATM മെഷീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം. അതാണ് മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗം. പിന്നെ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയൊരു മാപ്പ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇങ്ങനെയാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ്, അതായത് ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് മധുരൈ റൂട്ട്,
ശരിക്കും പറഞ്ഞാൽ ഇത് നടന്ന് മുഴുവൻ കാണണമെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ എന്തായാലും എടുക്കും. പിന്നെ ഈ ഭാഗത്ത് തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു നിർമ്മിക്കുന്ന സമയത്തെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി ഇവിടുത്തെ ഓരോ പ്ലാറ്റ്ഫോമുകളുടെ കാര്യം നമുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 അതായത് SCTC തിരുപ്പതിയിലേക്കുണ്ട്, SCTCയും അതുപോലെ തന്നെ KSRTCയും ബംഗളൂരിലേക്കുണ്ട്. അത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ്. ഇനി പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് വരികയാണെങ്കിൽ ചെന്നൈ അതായത് കിളമ്പാക്കം ബസ് സ്റ്റാൻഡിലേക്കും മാധവരം ബസ് സ്റ്റാൻഡിലേക്കും TNSTC അതായത് അതൊക്കെ കിട്ടുക ഇതാ ഈ ഭാഗത്തു നിന്നാണ്. ഇനിയിപ്പം ആദ്യം തന്നെ ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. എന്തായാലും മുഴുവൻ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്കും ഞങ്ങളിന്ന് പോകുന്നുണ്ട്. ഇവിടെ ബേ 1 ചെന്നൈ MMBT അതുപോലെ തന്നെ TNSTC എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കാണാം. പക്ഷേ ഈ സമയത്ത് ഇവിടെ വണ്ടിയില്ല, അവിടെ മുതലാണ് ബസ്സുകളൊക്കെ തുടങ്ങുന്നത്. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് കാണാം. എല്ലാ ഭാഗത്തും വേസ്റ്റ് ബിന്നൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ശരിക്കും ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇതൊരു എയർപോർട്ടാണോ എന്ന് പോലും നമുക്ക് സംശയിച്ചു പോകും ചില സമയത്ത്. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെയാണ് പരിപാലിക്കുന്നത്. ഏതാണ്ട് അതൊക്കെ പോലെ തന്നെയാണിത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ ചെന്നൈ ഭാഗത്തേക്കാണ് കേട്ടോ. ചെന്നൈ ഞാൻ ഈ തമിഴ് പിന്നെയും പറയുന്നതുണ്ടല്ലോ, നവി ഉള്ളത് കൊണ്ടാണ്. നവിന് തമിഴ് അറിയാം. കിളമ്പാക്കം അല്ലേ, കിളമ്പാക്കം. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇതെല്ലാം ചെന്നൈ ഭാഗത്തേക്കുള്ള വണ്ടികൾ തന്നെയാണ്. ഇതാ ഇവിടെ SCTC ഒരു ബസ്സിനെയും കാണാം. SCTCൻ്റെ ഒരു സീറ്റർ കം സ്ലീപ്പർ ബസ്സാണെന്നാണ് തോന്നുന്നത്. ബംഗളൂരിലേക്കുള്ള SCTC ഇപ്പോഴാണ് ഇവിടെ വന്നത്. AC സീറ്റർ കം സ്ലീപ്പർ. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ബംഗളൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഗ്രൗണ്ട് ഫ്ലോറിലാകെ 8 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഈ ഓരോ പ്ലാറ്റ്ഫോമുകളിലും ഒരുപാട് ബേകളുണ്ട്. 100 ബേക്ക് മുകളിൽ തന്നെ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പം 2 പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നിലവിൽ കണ്ടത്. ഇനി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ ഇവിടെ എസ്കലേറ്റർ സംവിധാനമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ എന്തായാലും ഏറ്റവും അവസാനം മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുള്ളൂ. ഇവരെല്ലാ സമയത്തും ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. ഇവിടെ നല്ല കൂളിംഗ് ഉണ്ട്. ഇതാണ് AC എന്ന് പറഞ്ഞ ഒരു ഭാഗം. എല്ലാ ഭാഗത്തേക്കും നമുക്ക് നടന്നിട്ട് പോകാം. ലിഫ്റ്റ് സംവിധാനവും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കഫേകളും റെസ്റ്റോറൻറ്റുകളൊക്കെ നമുക്ക് കാണാനായി സാധിക്കും. അത്യാവശ്യം എല്ലാ കടകൾക്കും നല്ല വൃത്തിയാണ്. ഇവിടെയാണ് ടോയ്ലറ്റ്സ് ഉള്ളത്. പിന്നെ ഓരോ ഹോട്ടൽസിലെയും മെനു ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാണല്ലോ. ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെയാണ് 3-ഉം 4-ഉം പ്ലാറ്റ്ഫോം ഉള്ളത്. അവിടത്തേക്ക് പോകുന്ന ആ ഒരു റൂട്ട് ഇതാ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ബസ്സുകളുടെ റൂട്ടും 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ബസ്സുകളുടെ റൂട്ടും. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 3 അതായത് നടയമേടെ 3-ൽ വിഴുപ്പുറം, വേലൂര്, തിരുവണ്ണാമലൈ, കാഞ്ചീപുരം, തിരുത്തണി, പുതുച്ചേരി, കടലൂർ, നെയ്വേലി ഭാഗങ്ങളിലേക്കുള്ള വണ്ടികൾ കിട്ടും. നടയമേടെ 4ലേക്ക് വരുവാണെങ്കിൽ ഒസൂര്, സേലം, നാമക്കൽ, ഈറോഡ്, അതുപോലെ തന്നെ കോയമ്പത്തൂർ കാണുന്നുണ്ട്, ഊട്ടി, മേട്ടുപ്പാളയം, തിരുപ്പൂര്, കുളിക്കാലൈ. പ്ലാറ്റ്ഫോം നമ്പർ 3 ഇവിടെയാണ്. 4 ഇതാ ഇവിടെയാണ്. ഇവിടെ പ്രൈവറ്റും ഉണ്ട്, ഗവൺമെൻറ് ബസ്സും ഉണ്ട്. ഇത് വിഴുപ്പുറമാണ്. വിഴുപ്പുറം ഭാഗത്തേക്കുള്ള ബസ്സാണ് ഇവിടെ. കോയമ്പത്തൂര് ഭാഗത്തേക്കുള്ള ആ ഒരു ബസ്സൊക്കെ ഇവിടെ നിന്ന് കിട്ടും. കരൂര് ഇവിടെ ഇതാ കരൂരിൽ നിന്ന് എഴുതിയിരിക്കുന്ന കാണാം. കരൂരൊക്കെ ഇതാ ഈ ഭാഗത്താണ് ബസ്സുകൾ. വെല്ലൂര് അതായത് കാട്ട്പാടി ഭാഗത്തേക്ക്, തിരുവണ്ണാമലൈ, ഈറോഡ്. ഇവിടെ ഇല്ലാതായിട്ടുള്ളൊരു സ്ഥലമില്ലല്ലോ. കോയമ്പത്തൂര്, കാഞ്ചീപുരം. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. കോയമ്പത്തൂർ AC വണ്ടികൾ ഈ ഭാഗത്താണ് നിർത്തുക. തിരുത്താണി ഭാഗത്തേക്കുള്ള ബസ്സാണിത്. പുതുച്ചേരി, കടലൂർ, നെയ്വേലി, വെല്ലൂർ അതൊക്കെ ഇതാ
ഈ ഭാഗത്ത് തന്നെയാണ്. ഈറോഡ്, കരൂര്, കോയമ്പത്തൂര് എന്നീ 3 ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളെ നമുക്കിവിടെ കാണാം. ഇനി 5-6 പ്ലാറ്റ്ഫോമുകൾ അങ്ങ് അവിടെ ആകാൻ തന്നെയാണ് സാധ്യത. പ്ലാറ്റ്ഫോം 3-നും 4-നും ഇനിയിപ്പോൾ 5-6 ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഭാഗത്തെ ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ ബിരിയാണി വരെ കിട്ടും. എന്തായാലും ഞങ്ങൾ ഓരോ പ്ലാറ്റ്ഫോമൊക്കെ കണ്ടു തീർത്തതിന് ശേഷം ഇവിടെ എന്തെങ്കിലും കഴിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ മധുരയിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചൊന്നുമില്ല. ഇവിടെയാണോ അടുത്ത പ്ലാറ്റ്ഫോം? അല്ല, ഇതിലൂടെയല്ല. അപ്പോൾ കുറച്ചും കൂടെ പോകണം. ഇതാ ഇവിടെ തന്നെയാണ്. നടയമേട് 5 എല്ലാ സ്ഥലങ്ങളും പറയുന്നില്ല. മധുരയിലേക്കും അതുപോലെ തന്നെ തിരുച്ചെന്തൂർ, നാഗർകോവിൽ, ശിവകാശി, ചെങ്കോട്ടൈ, കോവിൽപ്പട്ടി, കമ്പം, കുമിളി, തേനി, പൊള്ളാച്ചി, പഴനി, ദിണ്ടുക്കൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് വരുന്നത്. പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ നടയമേട് 6, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 6 രാമേശ്വരം, രാമനാഥപുരം, ദേവക്കോട്ടൈ, പരമക്കുടി, ശിവഗംഗൈ, തിരുപ്പത്തൂര്, താഴോട്ട് വരുവാണെങ്കിൽ പട്ടുകോട്ടൈ, പിന്നെ കരയ്ക്കുടി, പല വഴികളിലേക്ക് പോകുന്നൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 5, 6 ഇതാ ഇവിടെയാണേ. നമ്മൾ മധുരയിൽ നിന്നും ബസ് കയറി വന്നില്ലേ, അത് കൊണ്ടുവന്ന് ഇറക്കിയത് ഇവിടെയായിരുന്നു. മധുരൈ 1-1 AC ബസ്സൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെ മധുര തന്നെയാണ്. 5-ന്റെ ഇതിലൂടെ നമുക്ക് കുറച്ച് നടന്നിട്ട് 6-ന്റെ ഭാഗത്തേക്ക് പോവാം. നാമക്കൽ ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ തന്നെ പ്രൈവറ്റും ഉണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പോയില്ലേ, അതിനെക്കാട്ടും കൂടുതൽ തിരക്ക് ഇവിടെ തന്നെയാണ്. ഇവിടെ പ്രൈവറ്റ് ആണ്. ശരിക്കും തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ് കാണാൻ അടിപൊളിയാണ്. നല്ല ഡിസൈനിങ് ആണ്. രാത്രികളെല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ട് പവർഫുള്ളാണ് അവർ. കാരണം നല്ല കിടിലം പാട്ടും വെക്കും. മണപ്പാറൈ, ദിണ്ടുകൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇതൊക്കെ. ഇതൊരു എക്സ്പ്രസ് ആണ്. ഇവിടെ തന്നെ AC ഉണ്ട് കേട്ടോ. ഇത് പഴനി ഉള്ള ആ ഒരു ബോർഡ് ഇതാ ഇവിടെ. പഴനി ബസ്സാണ് ഈ കാണുന്നത്. ഇത് ഈ എഴുതിയിരിക്കുന്നത് തേനി എന്നാണോ? തേനി അല്ലേ? അങ്ങനെ ഞാനും തമിഴ് പഠിച്ചേ. അപ്പൊ ഇത് തേനിയിലേക്കുള്ള ഒരു 1-1 AC ബസ്സാണ്. കൊടൈക്കനാൽ, തേനി ആ ഒരു ഭാഗത്തേക്കുള്ള ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. കുമളി, മധുരൈ. അപ്പോൾ 5-ലത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇനി 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉണ്ട്. ഇതുവഴി നമുക്ക് നടക്കാം. ഇതിൻ്റെ അകത്ത് കാറൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കണ്ടു തീർക്കാൻ 2 പ്ലാറ്റ്ഫോമും കൂടെ ബാക്കിയുള്ളൂ. ഇവിടെ ഹൊസൂരിൻ്റെ ആ ഒരു ബോർഡ് കൊടുത്തിരിക്കുന്നത് കാണാം. ശരിക്കും ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഈറോഡ്, ഇല്ലിപ്പോ, ഈ എഴുതിയത് ഇതെന്താ എഴുതിയത്? ഇത് സേലം അങ്ങനെ എന്തെങ്കിലാണോ? സേലം അങ്ങനെ എന്തെങ്കിലാണോ? സേലം അല്ലേ? അപ്പൊ ഇത് സേലം ബസ്. അപ്പൊ തമിഴ് ഞാൻ പഠിച്ചു തുടങ്ങി കേട്ടോ. ഇവിടെ ഒരു മസാജ് സെന്റർ ഒക്കെ ഉണ്ട്. ഇനി 7-8 പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോവുകയാണ്. ഇത് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ്. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇനി നടയമേട് 7-ലേക്ക് നോക്കാം. വേളാങ്കണ്ണി, നാഗപട്ടണം, തിരുവാരൂർ, നാഗൂർ, പട്ടുകോട്ടൈ, മന്നാർകുടി, ദേവദാരണ്യം, തിരുത്തറൈപ്പൂണ്ടി, ചിദംബരം, മയിലാടുതുറൈ, കാരയ്ക്കൽ, തഞ്ചാവൂർ, വേളാങ്കണ്ണി. അത് SCTC-ൻ്റെ തന്നെയാണ് അങ്ങനെ വരുന്നത്. നടയമേട് 8-ലാണെങ്കിൽ തഞ്ചാവൂർ 1-1 തഞ്ചാവൂരും അതിൻ്റെ താഴെ തന്നെ കുംഭകോണവും ഉണ്ട്. ഇവിടെ തന്നെ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ബേ നമ്പർ 8 വേളാങ്കണ്ണി. ഇവിടെ വേളാങ്കണ്ണി എന്നാണ് എഴുതിയിരിക്കുന്നത്. വേളാങ്കണ്ണി ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നാഗപട്ടണം ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. തഞ്ചാവൂര് പിന്നെ ഇവരിവിടെ ക്ലീൻ ആക്കുന്നുണ്ട്.
കുംഭകോണം, മയിലാടുതുറൈ, പട്ടുകോട്ടൈ, മന്നാർഗുഡി അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ബോർഡുകൾ നമുക്കിവിടെ കാണാനായി സാധിക്കും. തഞ്ചാവൂർ, ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോ സ്ഥലത്തിൻ്റെയും ബോർഡ് വെക്കുമ്പോൾ രണ്ട് ഭാഗത്തും കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. കാരയ്ക്കുടി ഭാഗത്തേക്കുള്ള ബസ് ഇതാ ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് രാമേശ്വരം ബസ് ഇതാ ഈ ഭാഗത്ത് തന്നെയാണ് കിട്ടുക. എവിടെയും പ്രൈവറ്റ് ഉണ്ട്. പുതുക്കോട്ടയിലേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ആണിത്. ഇതിൻ്റെ അകത്ത് നല്ല കിട്ടിലം പാട്ടൊക്കെയാണ്. ശിവഗംഗൈ ഭാഗത്തേക്കുള്ള ഒരു ബസ്സാണ് ഈ പോകുന്നത്. വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ വാഷ്റൂമിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നത് നല്ല വൃത്തിയാണ്. ഇവിടെ ഈ ഭാഗത്താണ് ടോയ്ലറ്റുകളൊക്കെ. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ല. അത്രയും നീറ്റാണ്. അത്രയും നീറ്റ് പറഞ്ഞാൽ അത്രയും നീറ്റ്. ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു വാഷ്റൂം ഏരിയ. തിരുച്ചിറപ്പള്ളി സിറ്റി ബസ്സുകൾ ഇതാ മുകളിലേക്കാണ് പോകുന്നത്, അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക്. പക്ഷെ എന്താ അല്ലേ, ഒരു ബസ് സ്റ്റേഷൻ ആണോ എന്ന് പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്രയും സൗകര്യങ്ങളല്ലേ ഇവിടെയുള്ളത്. ഈ ഭാഗത്ത് തന്നെ എത്രത്തോളം സൗകര്യം ഉണ്ടെന്ന് നോക്കിയേ. ഈ 8-ാം നമ്പർ പ്ലാറ്റ്ഫോം കുറച്ച് ചെറുതാണ്. ഇവിടെ വളരെ കുറച്ച് ബേകൾ മാത്രമേ ഉള്ളൂ. ഇത് തിരുച്ചിറപ്പള്ളി തഞ്ചാവൂർ 1 to 1. ഇതിപ്പോൾ ഇവിടെ കുറച്ച് നേരത്തെ മുന്നേ വന്നു, ആളൊക്കെ കയറി ഇത് ഇവിടുന്ന് ഇപ്പോൾ പോവുകയാണ്. തിരുച്ചിറപ്പള്ളി എയർപോർട്ട് ഇവിടെ അടുത്താണ്. ഒരു ഇൻഡിഗോയുടെ വിമാനം പോകുന്നത് കാണാം. പ്ലാറ്റ്ഫോമുകളിലേക്ക് നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടി. ഈ സൗകര്യം ഇവിടെ ഉള്ളത് വളരെ വലിയ ഉപകാരം തന്നെയാണ്. ഇനി ബസ് സ്റ്റാൻഡിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. ആദ്യം ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കാം. 2022 ഒക്ടോബർ 10-നാണ് ഇത് തറക്കല്ലിട്ടത്. ശേഷം 3 വർഷങ്ങൾ കൊണ്ടാണ് ഇതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചത്. നമ്മൾ വീഡിയോന്റെ തുടക്കഭാഗത്ത് തന്നെ പറഞ്ഞു 2025 മെയ് മാസം 9-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ നല്ല രീതിയിൽ ഇത് സജീവമായിട്ട് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ അതേ വർഷം തന്നെ ജൂലൈ 16 മുതലാണ്. കൂടാതെ തന്നെ 408 കോടി രൂപ കൊണ്ടാണ് പണിതു എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഒമിനി ബസ് സ്റ്റാൻഡ് കൂടെ 17 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് ഭാഗത്ത് 3200 ബസ്സുകൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അതായത് അതുപോലെ തന്നെ 2 ലക്ഷത്തിൻ്റെ അടുത്ത് ആൾക്കാർ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഏകദേശം 32.85 ഏക്കറിലാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അതൊരു ബസ് സ്റ്റാൻഡ് മാത്രമാണ്. നമുക്കങ്ങനെ ഡേറ്റ കൃത്യമായ രീതിയിലൊക്കെ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുമല്ലോ. പക്ഷേ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ 115 ഏക്കറിലാണ് ഈ ടോട്ടലായിട്ട് ഇതിൻ്റെ ലാൻഡ്, അതായത് ഒരുപാട് സ്ഥലങ്ങൾ വ്യാപിച്ച് കിടക്കുന്നത് പറയുന്നത്. കാരണം ഈ ബസ് സ്റ്റാൻഡിന് പുറമെ തന്നെ ഒരുപാട് ഫ്യൂച്ചറായിട്ട് പല ഭാഗങ്ങളിലൊക്കെ ഇനിയും വരാൻ പലതും സാധ്യതയുണ്ട്. ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയ നല്ല വിശപ്പ്. ഞങ്ങൾ 2 ചൂട് മസാല ദോശ പറഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, പിന്നെ ഒരു ചായ കൂടെ പറഞ്ഞു. ഇത് കഴിച്ചതിന് ശേഷം നമുക്കിനി നേരെ ഒമിനി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഭക്ഷണം കഴിച്ച് ഇനിയിപ്പോൾ നേരെ ഒമിനി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഓരോ ഷോപ്പിനും ഓരോ നമ്പറുകൾ എഴുതിയിരിക്കുന്നത് കാണാം. ഇത് ഷോപ്പ് നമ്പർ 41, ഇത് 40, അത് 39, അങ്ങനെ തന്നെയാണ് പോകുന്നത്. 6 മണിയായി ഇപ്പോൾ സമയം. ഇതിലൂടെയും പോവാം, പക്ഷേ നമുക്കെന്തായാലും കുറച്ച് ഇതിലൂടെ നടന്നതിന് ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് കയറാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 1.5 ബസ് സ്റ്റാൻഡ് തന്നെയാണ്. 166 CCTV ക്യാമറകളാണ് ഇവിടെ ആകെ ഉള്ളത്. ടിക്കറ്റ് കൗണ്ടർ, ഒമിനി ബസ് സ്റ്റാൻഡ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ വലത് ഭാഗത്തേക്കാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ തിരക്ക് പൊതുവെ കുറവാണ്. ഇവിടെ എല്ലാ പ്രൈവറ്റ് ബസ്സും ദീർഘദൂര ബസ്സുകളും ഉണ്ടാവും ഇവിടുന്ന്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ വരുന്നത്. നേരത്തെ ഇത്ര നേരം അപ്പുറത്തായിരുന്നല്ലോ. നമ്മുടെ KSRTC ഒക്കെ എവിടെയാണെന്ന് നോക്കട്ടെ. കൂടുതലും പ്രൈവറ്റ് തന്നെ. പ്രൈവറ്റ് മാത്രമല്ല, ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ്. ഇവിടെ ബംഗളൂരു ആണ് എഴുതിയിട്ടുള്ളത്, കണ്ടോ? ഇത് ബംഗളൂരു ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ്. അങ്ങനെ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തോട്ടും പോയിട്ട് ഏതൊക്കെ ബസ്സുകളാണ് ഏതൊക്കെ ഭാഗത്തേക്കുള്ളത് നോക്കാം. ഇവിടെ തിരുപ്പതി,
ഇത് മറ്റേ ഇൻട്രസിറ്റി അല്ലേ ഇത്? അതെ, ഇതാ ഇൻട്രസിറ്റിയാ, ഇൻട്രസിറ്റി സ്മാർട്ട് ബസ്. ഇവിടെ മുഴുവനും ഈ തിരുപ്പതിയിലേക്ക് കൂടുതലും ഇൻട്രസിറ്റി തന്നെയാണ്. ഇതൊരു അടിപൊളി സർവീസായി ഇൻട്രസിറ്റി. മറ്റ് ബസ്സുകളെയും നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ തിരക്കേയില്ല. 4 ഏക്കറിലാണ് ഒമിനി ബസ് സ്റ്റാൻഡ് വ്യാപിച്ചു കിടക്കുന്നത്. 17 കോടി രൂപ ചെലവിലാണ് ഈ ഒരു ഒമിനി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. ഇവിടെ 2 ബസ്സുകൾ കാണുന്നില്ലേ? ഇത് രണ്ടും ഹൈദരാബാദിലേക്കുള്ള ബസ്സാണ്. പിന്നെ ഇവിടെയും ബസ്സുകൾ നിർത്തിയിരിക്കുന്ന കാണാം. അതും ഓരോ പ്ലാറ്റ്ഫോമാണ്. ഒമിനി ബസ് സ്റ്റാൻഡ് തിരുച്ചിറപ്പള്ളി കോർപ്പറേഷൻ എന്നുള്ള ഒരു ബോർഡൊക്കെ അതാ അങ്ങാ ദൂരത്തായി നമുക്ക് കാണാനായി സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ പോയ ആ ഭാഗത്തിനെക്കാട്ടിയും വളരെ തിരക്ക് കുറവ് തന്നെ അല്ലേ? അല്ല, ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നു നൈറ്റ് വണ്ടികളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഈ ഒരു വണ്ടികൾ എത്ര എണ്ണമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടോട്ടൽ ബസ് സ്റ്റാൻഡ് 32 ഇത്ര ഏക്കർ പറഞ്ഞത് അനുസരിച്ച് ഞാൻ പറഞ്ഞു 115 അടുത്തോളം സ്ഥലം വരുന്നുണ്ട്. ശരിയായിരിക്കാം, ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലം കാണുന്നുണ്ട്. ഇത് ബസ് സ്റ്റാൻഡ് ഇപ്പം നിൽക്കുന്ന ഭാഗമല്ലാതെ തന്നെ ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ അല്ലാണ്ട് ഉണ്ട്. പിന്നെ സൂര്യൻ അസ്തമിച്ചു എന്ന് തന്നെ പറയാം. അങ്ങ് ദൂരെയാണ് ഇപ്പം നിലവിൽ സൂര്യൻ. സൂര്യാസ്തമയം. ഒമിനി ബസ് സ്റ്റാൻഡിൽ ആക്റ്റീവായിട്ടുള്ള ബേകൾ 37 അതായത് ഇപ്പോഴും സർവീസുള്ള ബേകൾ അതൊക്കെയാണ്. പിന്നെ ഇനി ഹോൾട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് ബസ് വന്ന് നിർത്തുമല്ലോ, അത് 45 ഇവിടെ ആകെ ഉള്ളത്. പിന്നെ ഇവിടെ തന്നെ സെപ്പറേറ്റ് ബസ്സുകളൊക്കെ നിർത്തിയിരിക്കുന്ന ആ ഒരു എടുപ്പ് നോക്കിയേ. ഇവിടുന്ന് ഇപ്പോൾ പുറപ്പെടുന്നൊരു ബസ്സാണിത്. പ്ലാറ്റ്ഫോം 3 ഭാഗത്ത് ചെന്നൈ ആണ്. ചെന്നൈ ഭാഗത്തേക്കുള്ള പ്രൈവറ്റ് ബസ്സുകൾ. ഇതൊക്കെ ഇവിടുന്ന് ഇപ്പോൾ പുറപ്പെടാനുള്ള സമയമായി എന്നാ തോന്നുന്നത്. ഈ ഒരു ബസ്. ഇനി ഒരു ബസ് സ്റ്റാൻഡിലെ കുറച്ച് പ്രത്യേകതകൾ പറയാം. യാത്രക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മൾട്ടി യൂട്ടിലിറ്റി ഫെസിലിറ്റി സെൻ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർമാർക്കുള്ള ക്രൂ റെസ്റ്റ് കോംപ്ലക്സ്, മൾട്ടിപ്പിൾ ടോയ്ലറ്റ് കോംപ്ലക്സ്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്, ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറുകൾ, ATM, ലഗേജ് ക്ലോക്ക് റൂം, പാസഞ്ചർ റെസ്റ്റ് ഹാള്, പാർസൽ ഹാൻഡ്ലിംഗ് സൗകര്യം, അഗ്നിശമന ഉപകരണങ്ങൾ, പോലീസ് മുറികൾ, ബേബി ഫീഡിംഗ് റൂമുകൾ, ടൈം കീപ്പർ റൂമുകൾ, ശുദ്ധീകരിച്ച കുടിവെള്ളം, അതുപോലെ തന്നെ വൈദ്യുതിക്ക് വേണ്ടിയിട്ടുള്ള ജനറേറ്റർ, പാസഞ്ചർ അഡ്രസ്സിംഗ് സിസ്റ്റം, ബുക്കിംഗ് സ്റ്റോറുകൾ, അതുപോലെ തന്നെ സൗജന്യ വൈഫൈ, സൗജന്യ സെൽഫോൺ ചാർജിങ് സൗകര്യങ്ങൾ, ഇതൊക്കെ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രൂ അതായത് ഡ്രൈവർക്കും അതുപോലെ തന്നെ കണ്ടക്ടർക്കും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ടെന്ന്. ഏകദേശം 391 ബെഡുകളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ 50-ലധികം ഓട്ടോറിക്ഷകളിലുള്ള ബേകൾ കൂടി ഈ ഒരു ബസ് സ്റ്റാൻഡിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 78 കടകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ 3 അതിലധികം 4 റെസ്റ്റോറൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ലിഫ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എസ്കലേറ്റർ അടക്കം 12 വരുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഇതാ ഈ ഭാഗത്തേക്കാണ്. ഇവിടെ കൂടുതൽ ഇപ്പോൾ 2 വീലറുകളാണ്. ഇതാ എത്ര സ്പേസ് ആണെന്ന് നോക്കി. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിന് അണ്ടർഗ്രൗണ്ട്, ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ്. എൻ്റെ പൊന്നെ, എത്ര വണ്ടികൾക്ക് ഇവിടെ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടികളുടെ എണ്ണമൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ മെൻഷൻ ചെയ്ത് തന്നെയാണല്ലോ. ഞങ്ങൾ KSRTC തപ്പി ഇറങ്ങിയതാണ്. എവിടെയും കാണുന്നില്ല. ഇത് ഡിണ്ടിഗലിലേക്ക് പോകുന്ന ബസ്സാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്. കുറേ നടന്നു. ഇനി ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ ഭാഗത്തേക്ക് പോവുകയാണ്. കാരണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഓൾറെഡി പകർത്തിയല്ലോ. കാരണം ഇപ്പം തന്നെ നല്ല ഇരുട്ട് വന്ന് തുടങ്ങി. ഇവിടെ ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ലോക്കർ ഉണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഫെയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നു. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാണ് ഇവിടുത്തെ ഈ ഒരു കാഴ്ച കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു വൃത്തിയൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടൊരു എയർപോർട്ടിൻ്റെ ഒരു ടെർമിനലിൽ എത്തിയ ഒരു ഫീല് തോന്നിക്കുന്നില്ലേ? ഇനി ഇവിടുന്ന് നേരെ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ്. സ്റ്റെയർ കേസും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. ഞങ്ങൾ ഈ ഒരു പടി വഴി തന്നെ കയറി പോകാമെന്ന് കരുതി. കയറി വരുമ്പോൾ തന്നെ വലിയൊരു ബോർഡാണ് ഇവിടെ കാണുന്നത്, ശ്രീരംഗം. അപ്പോൾ ശ്രീരംഗം ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ ഇവിടെയാണ് കിട്ടുക.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബസ് സ്റ്റാൻഡിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വരുന്നത്. അതായത് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ, അതായത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇത്ര മണിക്കൂർ നടന്ന് പോയ ഒരു ഭാഗത്തിൻ്റെ നല്ല കിടിലൻ കാഴ്ച കാണാം. ഇതേ ഇവിടുന്ന് തുടങ്ങി അങ്ങനെ പോയി 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 അതിൻ്റെ അപ്പുറത്തേക്കും പോയി എല്ലായിടത്തേക്കും പോയി വന്നു. ഇതേ ഇവിടുന്ന് മറ്റു ബസ്സുകളൊക്കെ പോകുന്നത് കാണാം. ഇവിടെ അധികം തിരക്കൊന്നും തന്നെ ഇല്ല. പിന്നെ നമ്മുടെ KSRTC ഇല്ല അല്ലേ? KSRTC ഇല്ലെന്നാ തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഒരു വേളാങ്കണ്ണിന്ന് ചങ്ങനാശ്ശേരി പോകുന്ന ഒരു വണ്ടിയില്ലേ, അത് ഇതുവഴി വരുന്നുണ്ടോന്ന് അറിയില്ല. മിക്കവാറും തിരുച്ചിറപ്പള്ളി ഉണ്ടാവേണ്ടതാണല്ലോ. ഞങ്ങൾ കുറെ നോക്കി, എവിടെയും കണ്ടില്ല എന്ന് പറയാം. മതി നേരത്തെ പറഞ്ഞല്ലോ, ഒരു എയർപോർട്ടിന്റെ പോലെ നോക്കി ഈ ഒരു വഴി കാണുമ്പോൾ നേരത്തെ പൊന്നോ. അതായത് നമ്മൾ ടെർമിനലിന്റെ ഭാഗത്തേക്ക് പോവുമല്ലോ, അപ്പോൾ ആ ഒരു പുറത്തെത്തിയാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെയാണ് ഇവിടെ. എന്തായാലും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ തന്നെയാണ് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് ബസ് കയറി പോകാനുള്ളത്. അതിന് മുന്നേ ഈ ഒരു ബസ് കയറി വരുന്നൊരു ഭാഗമുണ്ട്, അവിടത്തേക്കൊന്ന് പോവാം. സിറ്റി ബസ്സുകൾ മാത്രം നിർത്തുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ കാഴ്ച കണ്ടില്ലേ? അവിടെയാണ് ലിഫ്റ്റുകളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ചത്രം ബസ് സ്റ്റാൻഡ് എന്നുള്ള ഒരു ബോർഡ് കണ്ടില്ലേ? അതായത് ശ്രീരംഗം ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ്. അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണത്. അപ്പോൾ അവിടത്തേക്കുള്ള ഒരു ബസ്സിൻ്റെയൊക്കെ ബോർഡ് ഇവിടെ കാണാം. ശരിക്കും ഇതുപോലെ വിസ്മയിക്കുന്നൊരു ബസ് സ്റ്റാൻഡ് നമ്മുടെ രാജ്യത്തിലില്ലേ? അതും നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ തന്നെ ഇല്ലേ? ഇതൊക്കെ ടോയ്ലറ്റാണ്, അവിടുത്തെ വൃത്തിയാക്കുന്നതൊക്കെയാണ് ഇവിടുന്ന് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇതാ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കുള്ള ആ ഒരു ബസ്സുകളൊക്കെ. ഇവിടെയും ഒരുപാട് കടകളൊക്കെ കാണാം. ഞാൻ പറഞ്ഞില്ലേ, തമിഴ്നാട്ടിലത്തെ ബസ്സുകളുടെ ആ ഒരു ലുക്ക്. പ്രൈവറ്റ് ബസ്സാണ്, നല്ല ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ച്. ഇവിടെ കളർ കോഡൊന്നും ഒരു പ്രശ്നമില്ല. ഇത് തിരിച്ച് ജംഗ്ഷൻ പോകുന്ന വണ്ടിയാണ്. തിരുച്ചിറപ്പള്ളി. ഇതിപ്പോൾ ആൾക്കാരൊക്കെ ആയല്ലോ. ഇതിപ്പോൾ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയാണ്. ശ്രീരംഗം ബസ്. നമുക്കെന്തായാലും ഇതേപോലുള്ള ഒരു ബസ്സിൽ തന്നെയാണ് കയറേണ്ടത്. 1-1 തഞ്ചാവൂർ. പിന്നെ ഇതാ പ്രൈവറ്റ് ബസ്സുകളൊക്കെ കയറി വരുന്നത് കാണാം. പഞ്ചപൂരിലെ KKBTയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിനി നേരെ റെയിൽവേ സ്റ്റേഷനുള്ള ഭാഗത്തേക്ക് പോവാണ്. അവിടെ സെൻട്രൽ ബസ് സ്റ്റേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നേരെ അവിടത്തേക്ക് തന്നെയാണ് ബസ് പോവുക. അവിടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ ഒരുപാട് ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്ന ഒരു ഭാഗം ഉണ്ടായത്. അവിടുത്തെ ഈ ഒരു സമയത്തെ കാഴ്ച കൂടെ ഒന്ന് കാണണ്ടേ? ഇത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ട്രിച്ചി മധുരൈ 1-1 AC വണ്ടിയാണ്. ശരിക്കും ഈ ഒരു തമിഴ്നാട്ടിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ തിരക്ക് വരിക രാത്രി സമയങ്ങളിലാണ്. അതായത് ഒരു 6 മണി to 9 മണിയിലെ സമയത്ത് നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കിയപ്പോൾ 7 കിലോമീറ്ററാണ് ദൂരം കണ്ടത്. ഈ മുന്നിലത്തെ ബസ്സിൽ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നമുക്കിതിൽ കയറാം. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ശ്രീരംഗം ഭാഗത്തേക്ക് പോകുന്ന ബസ് തന്നെയാണിത്. ഇതിൽ കയറാം. സെൻട്രൽ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് ഒരാൾക്ക് ബസ് ടിക്കറ്റ് ആയത് 10 രൂപയാണ്. ഏഴ് 10 സെൻട്രൽ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് ഇതാ ഞങ്ങളെത്തി. ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ട്രിച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഈ സെൻട്രൽ ബസ് സ്റ്റാൻഡിന്റെ ഭാഗമൊക്കെ വീട്ടിൽ പകർത്തിയതാണ്. അന്നത്തെ ഒരു കാഴ്ചയും ഇന്നത്തെ ഒരു കാഴ്ചയും നോക്കിയേ. ഇവിടെ മുഴുവനും empty ആണ്. ബസ്സുകൾ കൊണ്ട് നിറയുന്നൊരു ഭാഗമാണ് ഇവിടെ മുഴുവനും. ഇനിയിപ്പോൾ ഇവിടെ ബസ്സുകൾക്കൊന്നും വരേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ടിലായത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഒരുപാട് ഹോട്ടലുകളും ചെറിയ ചായക്കടകളും അതൊക്കെയുണ്ട്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയത്. കാരണം ഇനി ഇവിടെ അധികം ആൾക്കാർ വരില്ല. ആൾക്കാരൊക്കെ എല്ലാവരും അവിടെ തന്നെ പോകുമല്ലോ. പിന്നെ വളരെ കുറച്ച് ബസ്സുകൾ മാത്രം വരും. ട്രിച്ചിയിലെ പഴയ ബസ് സ്റ്റാൻഡ്, ചെന്നൈയിൽ കിളമ്പാക്കത്ത് പുതിയ ബസ് സ്റ്റാൻഡ് വന്നപ്പോൾ CMBT കാലിയായല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ.
ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് 750 മീറ്റർ ആണുള്ളത്. ഞങ്ങളിനിപ്പോൾ നേരെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. 7 മണിയായ ഒരു സമയത്തെ ഈ ഒരു ബസ് സ്റ്റേഷൻ്റെ കാഴ്ചയാണ് ഇങ്ങനെ. ഇവിടെ നമ്പർ 1 തമിഴ്നാട് എന്ന് പറഞ്ഞ ഒരു എഴുത്തൊക്കെ കാണാം. അവിടെ തമിഴ്നാടിൻ്റെ ഒരു മാപ്പ് കൂടി കാണാം. ഇവിടെ കൂടുതലായും ഇതുപോലെയുള്ള ഷെയർ വണ്ടികളുണ്ട്, കണ്ടില്ലേ? ഇത് ഇവിടെയുണ്ട്, ഈ ഭാഗത്തായിട്ടും കാണാം. ഇനി ഇവിടുന്ന് നേരെയാണ് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. ഈ ബസ്സൊക്കെ ശ്രീരംഗം ഭാഗത്തേക്ക് പോകുന്നതാണ്. ഈ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നാലും ശ്രീരംഗം ഭാഗത്തേക്ക് ബസ് കിട്ടും. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകണമെന്നില്ല. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നായ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ്റെ തൊട്ട് മുന്നിലേക്ക് ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. നല്ല വൃത്തിയാണ്, ഒരുപാട് സൗകര്യമുണ്ട്. റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂമും ഡോർമെറ്ററിയൊക്കെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു അൺറിസർവ്ഡ് യാത്രയാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളത്. ഞങ്ങൾ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ബസ് സ്റ്റാൻഡിലും പോയിട്ടുണ്ടല്ലോ. അതിപ്പോൾ ചെന്നൈയിലെ കിളമ്പാക്കാണെങ്കിലും കോയമ്പേടാണെങ്കിലും ഇന്ന് പോയ ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ, സേലം, ഈറോഡ്, മധുരൈ, ഇതൊക്കെ അത്യാവശ്യത്തിന് വലിയ ബസ് സ്റ്റേഷൻ തന്നെയാണ്. നമ്മളുണ്ടല്ലോ ചെന്നൈയിലത്തെ കിളമ്പാക്കത്ത് പോയിട്ട് വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് നമ്മുടെ കേരളമായിട്ട് എന്താ പറയുക കമൻ്റൊക്കെ വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ബസ് സ്റ്റാൻഡുകൾ കണ്ടിട്ട് നമ്മുടെ കേരളമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടുകാർക്ക് ഒരുപാട് സ്ഥലമുണ്ട്. ഇന്നത്തെ കണ്ടില്ലേ, എത്രയോ ഏക്കർ കണക്കിനാണ് ഇവർക്ക് ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് നിർമ്മിക്കാനായാലും ഇനി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സ്ഥലങ്ങളുള്ളത്. ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം ഇത് തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം നമ്മുടെ കിഴക്കേക്കോട്ട KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വലിപ്പം നോക്കി. കാരണം സ്ഥലമില്ല, എല്ലാം ഇപ്പം തന്നെ പുറത്താണ് നിർത്തിയിടുന്നത്. അതിൻ്റെ സൈഡിൽ പ്രൈവറ്റിന് പോലും മര്യാദക്ക് നിർത്തിയിടാൻ സ്ഥലമില്ല. അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റാണ് നമ്മുടെ തമ്പാനൂർ മെയിൻ ബസ് സ്റ്റാൻഡ്. അതിൻ്റെ പുറം മോടി മാത്രമേ കുറച്ച് വലിപ്പമുള്ളൂ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ വലിയ സൗകര്യമൊന്നും തന്നെയില്ല, കുഞ്ഞ് ബസ് സ്റ്റാൻഡാണ്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് KSRTC ബസ് സ്റ്റാൻഡൊക്കെ പണിതിട്ടുള്ളത്. വണ്ടിയൊക്കെ ഇടയ്ക്ക് എന്താ പറയുക കുടുങ്ങാറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നഗരം എറണാകുളം, കൊച്ചിയിലത്തെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു തരുന്ന കാര്യമില്ല. ഒരു മഴ പെയ്താൽ തന്നെ വെള്ളത്തിനടിയിലാവുന്നൊരു എന്താ പറയുക ഒരു ബസ് സ്റ്റാൻഡാണ്. ശരിക്കും ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, കാണിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ എന്താണ് കൊച്ചിയിലൊരു നല്ലൊരു ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ് വരാത്തതെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്കടക്കം എപ്പോഴും ഇങ്ങനെ തോന്നാറുന്ന കാര്യമാണ്. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഇവിടുത്തെ അധികാരികൾ ഈ ഇതുപോലെയുള്ള ബസ് സ്റ്റാൻഡൊക്കെ ആണെങ്കിലും എത്ര വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞത് ഈ തമിഴ്നാട്ടിൽ സ്ഥലമുണ്ട്, അതിനനുസരിച്ച് ഇവർക്ക് ആക്കാൻ വേണ്ടി പൈസയും കൂടി ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ അധികാരികൾ അത് വിചാരിച്ചിട്ട് എന്താ പറയുക മൈൻഡ് ചെയ്യാതിരിക്കാൻ പാടില്ല. കാരണം കൊച്ചിയിലൊക്കെ നല്ല ഒരു ബസ് സ്റ്റാൻഡ് ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പൊളിറ്റിക്കലി പറയുന്നല്ല, വിദേശികളൊക്കെ വന്ന സമയത്ത് എറണാകുളത്ത് ആ ഒരു ബസ് സ്റ്റാൻഡ് വെള്ളം കെട്ടി കിടക്കുന്ന സമയത്തൊക്കെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു നാണക്കേടാണ്. ഇനി തമിഴ്നാട് മാത്രമല്ല കർണാടകത്തിലായാലും നല്ല ബസ് സ്റ്റാൻഡല്ലേ, ബാംഗ്ലൂർ, മൈസൂർ, മംഗലാപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരും നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മൾ അവിടെയൊക്കെ പോയിട്ട് അതൊക്കെ കാണുമ്പം നമ്മുടെ നാട്ടിലത്തെ ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ ചെറിയൊരു വിഷമാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ തമിഴ്നാട്ടുകാരായാലുണ്ടല്ലോ നല്ല രീതിയിൽ ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട്. എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടാതെ ഒരു 5 മിനിറ്റ് പോലും നമുക്ക് എന്താ പറയുക. ഇന്ന് മധുര കണ്ടില്ലേ, ഏത് നമ്മൾ ട്രിച്ചിൽ വരുന്ന സമയത്ത് ബസ്സാണ്, ഒരു ബസ് പോയ ഉടനെ തന്നെ അടുത്ത ബസ് അവിടെ കയറ്റിട്ടു. അതാണ് കാര്യം. അതെ, അവര് നല്ല രീതി, പിന്നെ ഇവിടുത്തെ ജീവനക്കാരും നല്ല രീതിയിലാണ് അത് ബസ്സിന് അവർ ജീവനക്കാർ ഇടുന്നവർ വിളിച്ചിട്ട് കയറ്റുന്ന ആൾക്കാർ. അതുകൊണ്ട് നല്ല ലാഭം കൂടിയാണ്. ഇവിടുത്തെ ചൂട് അസഹനീയമാണ് തന്നെ. ഉച്ചയ്ക്ക് തന്നെ തുടങ്ങിയതാണല്ലോ. ഇനിയിപ്പം ഒരു അൺറിസർവ്ഡ് യാത്രയാണെന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ ഇന്നലെ തന്നെ ഈ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള നമ്മുടെ കൊല്ലം മെയിലില്ലേ, ചെന്നൈക്കുമാർന്ന് വരുന്നത്, അതിന് തത്കാലം നോക്കിയാണ്, പക്ഷേ ഫെയിലായിപ്പോയി. അപ്പോൾ റിസർവേഷൻ ഇല്ല. അതിലിനിപ്പോൾ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് യാത്ര പോകണം. അതിൽ അൺറിസർവ്ഡ് യാത്ര പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ തത്കാലം കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ചാണ്. അപ്പോൾ നല്ലൊരു വണ്ടി കൂടിയല്ലേ, നല്ല വണ്ടിയാണ്. 9:45 ഇവിടെ എത്തും. ഇനി എന്ത് ചെയ്യാൻ, നല്ല തിരക്കായിരിക്കും പോലും അല്ലേ. ഇനിയിപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം കേരളത്തിലെ ഏതെങ്കിലും നല്ല സ്ഥലത്തെ വീഡിയോ എന്തായാലും ആയിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു ബസ് സ്റ്റേഷൻ്റെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.